അതെ ഞങ്ങള് മായനും ഞാനും കൂടി ആ വഴി വന്നു. പക്ഷെ ഒരു കട തുറന്നുള്ള കേക്ക് കിട്ടിയില്ല. ബർത്ത്ഡേ ആയിട്ട് ചെലവൊന്നുമില്ല. അല്ലടാ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലടാ. അല്ല അതല്ല ചെലവുണ്ട്, അതിന്റെ കൂടെ നമ്മൾ കേക്കും മേടിച്ചോണ്ട് വന്നില്ലല്ലോ. അതും രണ്ട് കാര്യം. ഞാന് പല കടയിൽ നോക്കി കിട്ടിയില്ല. എന്റെ അല്ല എനിക്ക് കണ്ടന്റ് അല്ലത് എനിക്ക് അപ്പൊ നിഷയുടെ അനിയൻ കേക്കായിട്ട് വന്നിട്ടുണ്ടോ? കണ്ടല്ലേ കേക്ക് 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 അല്ല മുറിക്കാനും 2 വാക്ക് പറയട്ടെ. ഒരു മിനിറ്റ്. അത് കേക്ക് മുറിക്കാനും കുറച്ച് കാര്യം. ഇതാണ് സ്നേഹം മോനെ. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. ഇനിയില്ലാന്ന് തോന്നുന്നു. ആദർശിന് കൂടെ പറഞ്ഞു. ആദർശിന് ഇത് നമുക്ക് എടുക്കാം. ആദർശിന് കൊടുക്കണം. അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ നിഷയുടെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു പെരേര? ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് അറിഞ്ഞേ. അപ്പൊ ഇത് സത്യം പറഞ്ഞ എങ്ങനെ വന്നു? വണ്ടി ഓട്ടോ വിളിച്ചു വന്നു. ഇതറിഞ്ഞ് കേട്ട് വന്നു. അതെവിടെ ഇട്ടു? അപ്പൊ ഓട്ടോറിക്ഷ വിളിച്ചു വന്നല്ലേ? കണ്ടോ? അപ്പൊ സ്നേഹം കൂടുതൽ ആർക്കാണ്? പെരേരയ്ക്ക് അല്ലേ? ആ ശരി. അപ്പൊ അങ്ങനെ വലിയൊരു ചെലവ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലേ? അതെ. അപ്പൊ എന്തായാലും പ്രിയമുള്ളവരെ, നിഷ എന്തായാലും വലിയൊരു സെലിബ്രിറ്റീനെ ആഗ്രഹിച്ചു. അതൊക്കെ മേലുള്ള ഒരു സെലിബ്രിറ്റീനെയാണ് കിട്ടിയിരിക്കുന്നത്. പാൻ ഇന്ത്യൻ താരം. അപ്പൊ നമുക്ക് ഒരു പാട്ട് നിഷയ്ക്ക് വേണ്ടി പാടാം. കുഞ്ഞിപ്പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണേ കിന്നരിപ്പൻ തലപ്പാവ്. മോനൊരു പാട്ട് 2 വരി മറ്റേ ഒരു പിറന്നാളുകാരിക്ക് വേണ്ടി സ്വന്തം ശബ്ദത്തിൽ നിന്നും സ്വന്തം ഭാവനയിൽ നിന്നും ഒരു വരി പാടും. അപ്പുറം ഇവിടെ നിന്ന് പാടിയാ മതി. അവിടെ നിന്ന് പാടിക്കോ. ചേച്ചി എന്തിനെന്ന് പരിഭവം, നറുകുങ്കുമോ അതോ താമരപ്പും ഇതളോ കണ്ണിൽ സ്വപ്നമോ, മിന്നാമീനുങ്ങിൻ വട്ടം പെണ്ണെ മതി എന്നുള്ളിൽ നിന്നെ ഈനാവിൽ കാണാനാ. ജന്മദിനമാ ജന്മദിനമാ 100 ജന്മദിനം ആഘോഷിക്കട്ടെ ഉല്ലാസിക്കട്ടെ. നിഷ PS-ന് ജന്മദിന ആശംസകൾ ചെയ്യാണ്. കേക്കുമായി വന്നല്ലോ കേക്ക് മുറിക്കാലോ. കേക്ക് മുറിക്കാൻ ഒരു കാര്യം ചോദിക്കട്ടെ പെരേരയോട്. അപ്പൊ പ്രിയമുള്ളവരെ, കൊച്ച ഹിന്ദി പറഞ്ഞടാ. ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ എനിക്ക് ഹിന്ദി ഇഷ്ടമാകുണ്ടോ? ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കുവാന് മണി മുണ്ടരുത്. അപ്പൊ പ്രിയമുള്ളവരെ, വേറെ കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ പെരേരയുടെ കല്യാണമാണെന്ന് പെരേര പറഞ്ഞു. അതിലെ ഒരു ആശംസ പറയുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ജ്യേഷ്ഠനെ പോലെയാണ് കാണുന്നല്ലോ അല്ലേ? നിഷ ഒരു സഹോദരി, മായനൊരു വല്യേടൻ മമ്മൂട്ടിനെ പോലെ സഹോദരൻ. അപ്പൊ ഞങ്ങളൊരു കാര്യം പറയാണ്. പെരേരായി കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്റെ ലൈഫിൽ മറക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ പറയാണ്. അപ്പൊ പെരേര കേൾക്കണം. പെരേര ഇരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സേജ് പെരേര എന്നെ കാണിച്ചു തന്നു. എന്താണ് ചേട്ടാ അത് കണ്ടില്ല, ഒരു പെണ്ണ് മെസ്സേജ് അയച്ചേക്കണുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു, നിഷയും പറഞ്ഞു അത് പെണ്ണല്ല ആണാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ടോൾ ജംഗ്ഷനിൽ വരുമെന്ന് പറഞ്ഞു. ടോൾ ജംഗ്ഷനിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനും വിശ്വസിച്ചു. ടോൾ ജംഗ്ഷൻ വരുവാണെങ്കിൽ എനിക്കൊരു സെൽഫി എടുക്കാമല്ലോ എന്ന് കരുതി. സെൽഫി അല്ല അങ്ങനെ പറഞ്ഞു, മറിഞ്ഞെന്തെങ്കിലും എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ട് ഞാനും ഓടി. വിഷ്ണു കൊച്ചിക്കാരനും ഇവൻ്റെ പുറകെ ഓടി എന്ന് പറഞ്ഞാൽ മുണ്ടൊക്കെ കഴിഞ്ഞു പോയി. ഞാനെടുത്ത് വീണ്ടും മടക്കി കുത്തി ഓടി. അവിടെ ചെന്നപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു കുഞ്ഞ് പോലും ഇല്ലായിരുന്നു. പിന്നെ പെരേര അതിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി. അപ്പൊ ഇങ്ങനെ കറങ്ങി അടിച്ച് സങ്കടത്തോടെ ഇങ്ങനെ വരുക. അപ്പൊ കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി,
കനലായി എരിഞ്ഞ് സന്ധ്യ മയങ്ങി. അപ്പൊ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പെരേര എന്ത് സംഭവിച്ചു? ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ഫേക്ക് ഉണ്ട്, ഒറിജിനാലിറ്റി ആൾക്കാരും ഉണ്ട് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ സമയം എടുക്കും കാണുമ്പോൾ. അല്ല ഒറിജിനൽ ആൾക്കാരുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാനൊരു പ്രേക്ഷകരോടായിട്ടും മാലിൻ ജോസിനോടായിട്ടും ഒരു കാര്യം പറയാം. ഞാൻ മാനും നിഷ ഇവന്റെ കല്യാണം നടക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവന്റെ പപ്പയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്താ പറയാ, പപ്പയും മമ്മിയും അമ്മൂമ്മയും ചേർന്ന് ആലോചിക്കുന്ന ഒരു കുട്ടിയെ കിട്ടും. പ്രേമിച്ചാണ് കിട്ടുള്ളൂ. കെട്ടത്തില്ല. അവരൊരു എന്റെ അമ്മയപ്പനും ജീവിതനോട് ഇരിക്കുമ്പോ ഒരിക്കലും പെണ്ണ് കെട്ടാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഇത് കെട്ടുന്നത്? എങ്ങനെയാണ്? അതായത് ലവ് അടിച്ചാണ് പ്രേമിച്ചാണ് കിട്ടുന്നത്? എന്റെ മറ്റേ എന്റെ ഒരു അങ്കിൾമാരെന്ന് പറയാൻ പറ്റില്ല. എന്റെ കുറച്ച് ചേട്ടന്മാരുണ്ട്. ജോജോ ചേട്ടൻ, നിജോ ചേട്ടൻ, അങ്ങനെ മുഖേന ചിലപ്പോ ജോജോ എന്ന് പറഞ്ഞ മറ്റേ ജോജോ നിജോ അങ്ങനെ ചേട്ടന്മാരുണ്ട്. അവര് മുഖേന വേണമെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കെങ്കിലും ഉറപ്പിക്കാം. അല്ലാണ്ട് ആരും അങ്കിൾമാര് പോലും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്ത്രീധനം വാങ്ങിയാണ് കിട്ടുന്നത്? വെറുതെയാണോ കിട്ടുന്നത്? ആദ്യമൊക്കെ സ്ത്രീധനം വാങ്ങുമെന്നൊക്കെ പറഞ്ഞിപ്പോ ഒന്നും വേണ്ട. അല്ല പെരേര എന്നോട് പറഞ്ഞ അങ്ങനെയല്ല. ഇക്ക ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ അച്ഛൻ വരുമ്പോൾ പപ്പ വരുമ്പോൾ എനിക്കൊരു കട ഇട്ട് തരും. അപ്പൊ അപ്പയും ഞാനും കൂടെ നടത്തും. അതോടെ എല്ലാം നിർത്തുന്നതാണ് പെരേര പറഞ്ഞത്. 6 മാസത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ അങ്ങനെ വല്ലതും നോക്കുമായിരിക്കും അല്ലേ? എന്നാലും വേറെ കാര്യം കൂടെ ഇപ്പൊ ഒരു അഭിമാനം തോന്നുന്നു. വീണ്ടും എല്ലാ തെറ്റിദ്ധാരണകളും മാറി നമ്മുടെ ഷിയാസ്കയായിട്ട് ഒന്നിച്ചു. അത് വലിയൊരു കാര്യമാണ്. കാരണം ഇനിയാന്ന് ഞാനും മായനും കൂടെ കൂടി ഷിയാസ്ഖാനെ വിളിച്ചു. അല്ല അതിനെ കുറിച്ചൊന്നും പറയട്ടെ. ഇന്റർവ്യൂ പലതും കൊടുത്തപ്പോ പുള്ളിയുടെ ഓഡിയോ ലീക്ക് ആക്കിയത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പുള്ളിനെ ഇന്നലെ കണ്ടപ്പോ പുള്ളി ചോദിച്ചു, ഇന്ന് മീഡിയക്കാരായിട്ട് പ്രസ് മീറ്റ് ഒക്കെ പറഞ്ഞിട്ട് 10 മീഡിയക്കാരോട് ചോദിച്ചു. അത് സെറ്റാക്കാം. ഞാൻ മാപ്സ്റ്റിക്കിന്റെ അടുത്ത് പറഞ്ഞു. അല്ല അത് കല്യാണത്തിലും മീഡിയക്കാരായിട്ട് പോകാൻ പറ്റില്ലല്ലോ പെരേരെ. അത് കല്യാണമാണ്. അത് ഞാൻ ഓർത്തപ്പോ ശരിയാ. കാരണം കല്യാണത്തിന് ദിവസം അവരിത്ര സന്തോഷിക്കുമ്പോ നമ്മളൊരു മീഡിയക്കാരായിട്ട് പോകണം ശരിയില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഒരു ദിവസം ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പൊ സെപ്പറേറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ഹോട്ടൽ മുറി വാടക എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഷിയാസ്ഖാന്റെ വീട്ടിൽ പോയിട്ട് ഒരു ബൈറ്റ് എടുക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും. അപ്പൊ മിനിയാന്ന് ഷിയാസ്ഖാനെ ഞാനും മാഹിരും വിളിച്ചിരുന്നു. പക്ഷെ ഷിയാസ്ഖാനോട് പറഞ്ഞു, ഷിയാസ്ഖാ ഈ ചില ആളുകളുണ്ട്, നല്ല ചാനലുകാരും ഉണ്ട് അല്ലേ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരും ഉണ്ട്, റീച്ചിന് വേണ്ടി കാണിക്കുന്നവരുണ്ട്. അപ്പൊ അവൻ ഒരു പാവം പയ്യനാണ്. അപ്പൊ അവൻ ഇത് കേട്ടപ്പോൾ ഇവന് മെസ്സഞ്ചറിലും ഒക്കെ ഇങ്ങനെ എന്താ പറയാ അയച്ചു, പല മെസ്സേജും അയച്ചു. നീക്ക് നാണാവൂലടാ വിളിക്കാത്ത കല്യാണത്തിന് പോയി ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവനൊരു വിഷമം തോന്നി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവനത് കാണുന്നത്. അപ്പം ഞാൻ ഷിയാസ്ഖോട് പറഞ്ഞപ്പോൾ ഷിയാസ്ഖോ പറഞ്ഞ കറക്റ്റ് കാര്യം അഭിലാഷേ. അതായത് എന്താ പറഞ്ഞാൽ അവൻ പെട്ടെന്ന് വിശ്വസിച്ചാണ്. അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നീ കണ്ടതല്ലേ, അന്ന് ആ കല്യാണത്തിന് കൂടുതലും ഞാൻ മൈൻഡ് ചെയ്തൊക്കെ പെരേര തന്നെയാണ്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് അവന് വന്നത്. അഭിലാഷിനെ ആണെങ്കിലും പെരേര ആണെങ്കിലും വിളിച്ചിട്ട് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു. എനിക്ക് വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ സുമേഷ് മെസ്സേജ് ഇപ്പം എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അവൻ പറയാ ഇങ്ങനെയൊക്കെയാ, എടാ നീയൊക്കെ വിളിക്കാത്ത കല്യാണത്തിന് എന്തിനാ പോണേടാ, നാണാവില്ലടാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറയാ ഞങ്ങൾ വിളിച്ചതാ. അപ്പൊ നാട്ടുകാർ മൊത്തം പറഞ്ഞു. അതാ പറഞ്ഞേ സുമേഷ് കഴിഞ്ഞു. അപ്പൊ സുമേഷ് അപ്പൊ ഇന്നലെ ഞാൻ സുമേഷ് കുട്ട്ലക്കിനോട് പറഞ്ഞു, എടാ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുമ്പോൾ പുള്ളി പറയാം നല്ല കാര്യം. വണ്ണം ഉണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം പെരേര വീണ്ടും സൗഹൃദമായ ഷിയാസ്ഖായിട്ട്. അപ്പൊ ഇനി വേറെ ആരെങ്കിലും പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള അത് ഏറ്റുപിടിക്കരുത്. ഓടി പ്രസ് മീറ്റ് ഒന്നും പറഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം റീച്ച് അല്ലടാ, നിന്റെ ഒരു ജ്യേഷ്ഠനാണ് പുള്ളി. അതിന്റെ കാര്യമല്ല പറഞ്ഞ, ആ റീച്ച് അല്ല ഞാൻ പറഞ്ഞത്. ആ റീച്ച് ഇപ്പൊ ഡൗൺ ആയപ്പോ വേറെ റീച്ച് ഞാൻ കണ്ടെത്തി. കാരണം മാർക്കോ എന്ന് പറഞ്ഞ പടം ഞാൻ ഫസ്റ്റ് എനിക്ക് ടിക്കറ്റ് കിട്ടാത്തോണ്ട് കണ്ടില്ല. ചേച്ചി തരാന്ന് പറഞ്ഞു. പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞത് ഇടി കാണണമെന്നോണ്ട് തോന്നുന്നുണ്ടോ. ഇടിക്ക് പോയപ്പോഴും ടിക്കറ്റ് ഇല്ല, ഫുള്ളായി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇടി ഉച്ചക്ക് കണ്ടു, ഇടിയുടെ റിവ്യൂ പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഇടിയുടെ റിവ്യൂ ഒന്നും വലുതായിട്ട് വന്നില്ല. പക്ഷെ മാർക്കോന്റെ 3-ാം ദിവസം ഞാൻ നീലക്കുയിലിനെ വിളിച്ചപ്പോ നീലക്കുയില് നമ്മളെ ഒരു സഹോദരനെ പോലെ കണ്ട് റിവ്യൂ എടുത്തു. നീലക്കുയിലും ഫിലിം ഫാക്ടറി. അപ്പൊ അവരുടെ റിവ്യൂ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ മാർക്കോ 2 ചിലപ്പോ ഞാൻ ഉണ്ടാവും പറയുന്നത്. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം പ്രേക്ഷകരോടായിട്ട് പറയാണ്. പിന്നെ ആളൊരു പാവമാണ്. പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ മായൻ മൂവാറ്റരെയും കേട്ട് സപ്പോർട്ട് ചെയ്ത് നിഷ അടിക്കൊക്കെ അല്ലേ
അപ്പൊ നിഷാടിക്കൊക്കെ സപ്പോർട്ടിന് ഒരു സഹോദരനെ പോലെ കണ്ടുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചില നാറികളൊക്കെ കമന്റ് ഇടണ കണ്ടു കഴിഞ്ഞാൽ അവന്റെയൊക്കെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ അവന്റെയൊക്കെ പെങ്ങളെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് പറയണത്. അങ്ങനെയാണ് ഞാൻ പറയുള്ളൂ. നിഷയുടെ കാമുകനാണ് അലിൻ ജോസ് എന്ന് പറയുന്നുണ്ട്. അത് ഒരിക്കലും ആവില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ നിഷയുടെ നിഷ മാത്രം 23 വയസ്സല്ലേ ഉള്ളൂ. നമ്മളെ അറിഞ്ഞുകൂടെ? നാട്ടുകാര് പറയണത് നമ്മൾ എനിക്ക് എന്തായാലും അലിനോട് പ്രേമുണ്ട്, അലിന് എന്നോട് പ്രേമുണ്ട്. അതല്ല പ്രേമത്തോരല്ല ചേച്ചി. നിഷ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാമുകനെ പോലെയാണ് കാണുന്നത്. വ്യക്തി ഒരു ചേച്ചിയായിട്ടാ, ഇല്ലെങ്കിൽ അലിന് ഞാൻ എന്നാ പറയണത്? എടാ റീലെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത് അത് രസത്തിന്. നിന്റെ ഒരു കൂട്ടുകാരി അലിയേട്ടന്റെ പെണ്ണ് ആൻസിയിൽ അഭിനയിച്ച റിയ മോള് നിന്റെ കൂടെ റീലാണ് ചെയ്തത്. പക്ഷെ അവള് അത് വെച്ച് നിന്നെ മുതലാക്കി അല്ലേ? അല്ല പേരെടുത്തിട്ടില്ല, എന്നാ പറഞ്ഞ റീലാണല്ലേ ചെയ്ത്. ആ റീലിന്റെ വീഡിയോയില് കട്ട് ചെയ്തിട്ട് ഇവര് തമ്മിൽ ഒന്നിച്ചേക്കണ ഫോട്ടോ വരുന്നത് ആണല്ലോ. അപ്പൊ അവള് ഫേമസ് ആവാൻ വേണ്ടി ചെയ്തു. അപ്പൊ എന്ന് വെച്ച് എന്റെ കൂടെ ഇവള് റീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് നമ്മള് ഭർത്താവായിട്ടല്ലോ ഞങ്ങള് റീല് പല വീഡിയോസും പല വീഡിയോസും നമ്മുടെ ഓൾ ബ്രൈറ്റ് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട് പല വീഡിയോസും അല്ലേ. അത് കണ്ടന്റ് ആണത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല അത്. അപ്പൊ ഒരു ചേച്ചിയെ പോലെ തന്നെയാണ്. ബ്രൈറ്റിനെ പറ്റി ഒരു കാര്യം പറയാം. ബ്രൈറ്റ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് ചേച്ചി ഫേസ്ബുക്കില്. അപ്പൊ അതിനെപ്പറ്റി ഒരു സാധനം ഞാൻ ചെറിയ കാര്യം പറയാം. അത് ഭയങ്കര വൈറലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു നമ്മള്. അതുപോലെ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, മുടി വെട്ടണം മുമ്പ്. എന്റെ ചേട്ടനായിരിക്കും അഭിലാഷ് ഏട്ടായി. ഞാൻ ഇനിയല്ലേ അത് പറ. അല്ല അഭിലാഷ് ഏട്ടായും പോയ കാര്യം പറഞ്ഞത്. ഞാൻ ബാബു ഇടവേള ബാബു. സമയത്തെ നമ്മള് 6 നമുക്ക് ബിരിയാണി മേടിച്ചിട്ടാ പറഞ്ഞത്. പുള്ളി ഒരു ബേക്കറി കയറ്റി അവസാനം